വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ് പോലീസ്. മൊബൈൽ ഫോണും ആത്മഹത്യാക്കുറിപ്പും പോലീസിന് കണ്ടെത്താനായിട്ടില്ല. അതേസമയം IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ട് MLA ഓഫീസിലേക്ക് CPM മാർച്ച് തുടങ്ങിയിരിക്കുന്നു. MLAയ്ക്കും KPCC നേതൃത്വത്തിനുമെതിരെ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തണമെന്നതാണ് ആവശ്യം. വിവരങ്ങളുമായി ദീപക് മോഹൻ ഉണ്ട്. CPM മാർച്ചിന്റെ വിശദാംശങ്ങളുമായിട്ടാണ് ഇപ്പോൾ ദീപക് മോഹൻ. ഇപ്പോൾ CPM നേരത്തെ തന്നെ ഈ വിഷയം ശക്തമായി ഏറ്റെടുക്കുന്നുണ്ട്. ഇപ്പോൾ പ്രതിഷേധം തുടങ്ങിയിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നു. അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നു. എന്താണ് CPM ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നത് ദീപക്? സ്മൃതി, DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും അസ്വാഭാവിക മരണത്തിൽ സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണനെതിരെ വലിയ ആരോപണം CPM നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ AKG ഭവനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ ജാഥ ഇപ്പോൾ MLA ഓഫീസിലേക്ക് കടക്കുന്നത്. MLA ഓഫീസിലേക്ക് കടക്കുകയാണ്. CPMന്റെ ജില്ലാ സെക്രട്ടറി റഫീഖ് നമ്മളോടൊപ്പം ചേരുകയാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് IC ബാലകൃഷ്ണൻ MLA പറഞ്ഞത് തന്റെ കൈകൾ ശുദ്ധമാണെന്നാണ് പറഞ്ഞത്. അതിൽ അദ്ദേഹത്തിന് പങ്കില്ല, ഇതെല്ലാം വ്യാജമായ രേഖകളാണെന്നാണ് പറഞ്ഞത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? വസ്തുതകളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. IC ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഈ ജില്ലയിൽ നടന്നിട്ടുള്ള അഴിമതികൾ നേരത്തെ തന്നെ തെളിവ് സഹിതം പുറത്തു വന്നതാണ്. ഇപ്പോൾ രണ്ടുപേരുടെ മരണത്തിന് ഇടയാവുന്ന നിലയിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അടിയന്തരമായി അദ്ദേഹം ഈ സ്ഥാനം വിട്ടൊഴിയുകയാണ് വേണ്ടത്. തെളിവുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ഒഴിവാക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. KPCCക്ക് എഴുതിയ കത്തും അതുപോലെ പിന്നെ ഒരു ഉദ്യോഗാർത്ഥിയുടെ രക്ഷിതാവുമായി ഉണ്ടാക്കിയ അഗ്രിമെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. ശക്തമായ തെളിവുകൾ പുറത്തുണ്ട്. പോലീസ് അന്വേഷണം വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. അദ്ദേഹം രാജിവെച്ച് ഒഴിഞ്ഞ് അന്വേഷണം തേടാൻ എന്തുകൊണ്ടാണ് അദ്ദേഹം തയ്യാറാവാത്തത്? അദ്ദേഹം മടിയിൽ കനമില്ലെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ടാണ് അത് തയ്യാറാവാത്തതെന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. സ്മൃതി, അദ്ദേഹം പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് നേരത്തെ നിയമനം അനധികൃതമായുള്ള നിയമനവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നു. നിരവധി ആളുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങി ഇത്തരത്തിൽ സുൽത്താൻ ബത്തേരി അതുപോലെ തന്നെ മടക്കിമല അർബൻ ബാങ്കിലേക്കൊക്കെ നിയമനങ്ങൾ ശരിയാക്കി കൊടുക്കാമെന്നുള്ള രീതിയിൽ നിരവധി കോൺഗ്രസ് പ്രവർത്തകർ, നേതാക്കന്മാരുൾപ്പെടെയുള്ള സാമ്പത്തികം വാങ്ങിയെന്നൊരു ആരോപണം ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് IC ബാലകൃഷ്ണനെതിരെ വലിയ ആരോപണം ഉയർന്നത്. ഈ ആരോപണത്തിൽ ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി K റഫീഖാണ് ചോദിച്ചത്. അതായത് ഈ MLA ആയ IC ബാലകൃഷ്ണൻ ഇതിൽ പങ്കില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം അതിൽ കൃത്യമായ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെടാത്തതെന്നാണ്. ഏതായാലും ഇന്നിപ്പോൾ ഈ AKG ഭവനിൽ നിന്ന് ആരംഭിച്ച ഈ മാർച്ച് IC ബാലകൃഷ്ണൻ MLAയുടെ ഓഫീസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സുൽത്താൻ ബത്തേരി താലൂക്ക് CPM മണ്ഡലം കമ്മിറ്റി അടക്കമുള്ള ആളുകൾ, നിരവധി സുൽത്താൻ ബത്തേരിയിലെ CPMന്റെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ഈ MLA ഓഫീസിന് മുമ്പിലേക്ക് എത്തിച്ചേർന്നു. അവിടെ MLA ഓഫീസിന് മുൻപിൽ നിരവധി പോലീസുകാർ വിന്യസിച്ചിട്ടുണ്ട്. അതോടൊപ്പം ബാരിക്കേഡ് അടക്കം തയ്യാറാക്കിയിട്ടുണ്ട്. വലിയ പ്രതിഷേധത്തിലേക്കാണ് CPM നീങ്ങുന്നത്. ദീപക്, ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ IC ബാലകൃഷ്ണന്റെ പ്രതികരണം നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? തുടക്കത്തിലെ പ്രതികരണത്തിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുഖം തരാൻ മടിച്ചിരുന്നു. IC ബാലകൃഷ്ണൻ പറയുന്നതനുസരിച്ച് അന്വേഷണം നടക്കട്ടെ എന്നുള്ളതാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് വിജയന്റെ ഫോൺ അടക്കമുള്ള കാര്യങ്ങളിൽ അവ്യക്തത? ഫോൺ എവിടെ പോയി എന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. സ്മൃതി, ഈ DCC ട്രഷറർ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് പോലീസ് ഇന്നലെ വിശദമായ അന്വേഷണത്തെ ഒരുക്കിയത്. അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് കൂടുതൽ, അതായത് ഈ സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൂടുതൽ ആരോപണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായ പരിശോധനയ്ക്കും അന്വേഷണത്തിനും തയ്യാറായത്. ഈ ഫോണുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് അദ്ദേഹത്തെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് വിളിച്ചിട്ടുള്ളത്, തിരികെ അതായത് പണം നൽകാനായി എത്ര ആളുകളിൽ നിന്ന് ഇത്തരത്തിൽ മറ്റേതെങ്കിലും നേതാക്കന്മാരുടെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തന്നെ ഉന്നത നേതാക്കന്മാരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയതെന്നുള്ള രീതിയിലൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ MLA IC ബാലകൃഷ്ണൻ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. ഇന്ന് രാവിലെയോടുകൂടി DCCയുടെ ഒരു യോഗം ചേരുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് അത് മാറ്റുകയായിരുന്നു. ഇപ്പോൾ IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ ചേർന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് ഇന്ന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പ്രതിഷേധക്കാർ ഈ ബാരിക്കേഡിന് സമീപത്ത് എത്തി ഇപ്പോൾ മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. MLA ഓഫീസിന് മുന്നിലെ CPM പ്രതിഷേധമാണ് കാണുന്നത്. DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ MLAക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണ് CPIM. ബന്ധുക്കളുടെ മൊഴി ഇതിനകം പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത് ഇന്നലെയാണ്.
ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. മൊബൈൽ ഫോണും ആത്മഹത്യാക്കുറിപ്പും പോലീസിന് കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ സംശയമുളവാക്കുന്ന കാര്യം. IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ളതാണ് CPM ആവശ്യം. ഇപ്പോൾ MLAയുടെ ഓഫീസിന് മുന്നിൽ നടക്കുന്ന പ്രതിഷേധമാണ് കാണുന്നത്. IC ബാലകൃഷ്ണൻ MLAയുടെ രാജി ആവശ്യപ്പെട്ട് MLA ഓഫീസിന് മുന്നിൽ നടക്കുന്ന പ്രതിഷേധമാണ്. CPM ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധമാണ്. മടിയിൽ കനമുള്ളത് കൊണ്ടാണ് അവർ പ്രതികരിക്കാത്തത്. എന്തുകൊണ്ടാണ് KPCC നേതൃത്വം ഇത്രയും വലിയ വിഷയമായിട്ടും പ്രതികരിക്കാൻ വേണ്ടി തയ്യാറാവാത്തത്? നേരത്തെ KPCC നേതൃത്വത്തിന് ഇവർ കത്ത് നൽകിയതാണ്. ആ കത്ത് നൽകിയതിന് ശേഷവും നടപടി ഉണ്ടാവാകത്തിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ഈ രൂപത്തിലുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അടിയന്തരമായി KPCC നേതൃത്വവും ഇതിന് മറുപടി പറയാൻ വേണ്ടി തയ്യാറാകണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. ബാക്കി കാര്യങ്ങൾ പറയാം. IC ബാലകൃഷ്ണൻ MLA രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് CPM-ന്റെ പ്രവർത്തകർ ഇന്ന് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ഈ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ സമരം